ഹലോ ഓൾ, നമുക്കിന്നൊരു സ്വീറ്റ് ആയിട്ടുള്ള ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? അല്ല, ഈ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്വീറ്റ് ഡിഷ് അല്ലേ? എന്നാലും കിടന്നോടെ ഒരു എക്സ്ട്രാ സ്വീറ്റ്നസ് അല്ലേ? നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അധികം ടൈമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും ഇവർ രണ്ടുപേരും കഴിച്ച് റിവ്യൂ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി റെസിപ്പിയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ ക്യാരറ്റും ഒരു ചെറിയൊരു ക്യാരറ്റും കൂടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു 3 ക്യാരറ്റ് വരെ എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരുവിധം വലിയ ഒട്ടയുള്ള ഇതിൽ നോക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ? എസ്പെഷ്യലി രണ്ട് കളറും കൂടി ആകുമ്പോൾ ഒരു പൂക്കളത്തിന് വേണ്ടി പൂവൊക്കെ അരിഞ്ഞു വെച്ച ഒരു പ്രതീതി. അതിന് നമുക്ക് പാൻ വെച്ചിട്ട് കുറച്ച് ഗീ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കാഷ്യും കുറച്ച് ഗ്രേപ്സും കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സൊക്കെ പാടുകൂടി നമുക്കൊന്ന് ഗീയിൽ വറുത്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇടയ്ക്കിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് ആയിരിക്കില്ല, അതിന് വേണ്ടിയിട്ട്. അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കത് ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ്. ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അതൊന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് സെയിം പാനിലേക്ക് സെയിം ഗീയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഗീ ആഡ് ചെയ്ത് കൊടുക്കണം, വേണമെങ്കിൽ കുറച്ചും കൂടി ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് മിക്സായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഐറ്റമാണ് ഷുഗർ. ഒരു 3 സ്പൂൺ, ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 സ്പൂൺ ഓഫ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്യാരറ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സ്, ക്യാരറ്റും ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വെന്ത് അതിലേക്ക് ഷുഗറൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് പാല്. ഒരു 1/2 കപ്പ് ഓഫ് പാല്, അതിപ്പോൾ തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ എങ്ങനെയായാലും കുഴപ്പമില്ല, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഈ പാലൊന്ന് ആ ക്യാരറ്റ് മിക്സ് അതിൽ പിടിച്ച് അതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ക്യാരറ്റ് അവിടെ ഒന്ന് സെറ്റായി റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കും. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഓഫ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ അതിൽ ലാസ്റ്റായിട്ട് നോക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാര കുറവായിട്ട് ഞാൻ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പാലിലേക്ക് ഒരു 1/2 കപ്പ് ഓഫ് പഞ്ചസാര, 2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് ഓഫ് പഞ്ചസാര ഇട്ട് തിളപ്പിക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് അതിൽ വെച്ചിരുന്ന പാലൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട്. ഈ ലെവലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒഴിക്കാനായിട്ട് ഒരു മിക്സ്ചർ റെഡിയാക്കാനായിട്ട് നമുക്കൊരു 1/4 കപ്പ് ഓഫ് പാൽ എടുത്തിട്ട് അതിലേക്ക് 3 സ്പൂൺ ഓഫ് കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ ഏത് ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പിസ്ത ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അതാണ് അതിലൊരു പിസ്തയുടെ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നതിനാണ് അങ്ങനെ തോന്നുന്നത്. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും ലംസ് ഇല്ലാതെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിൽ ഒട്ടും കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇട്ട കസ്റ്റാർഡ് പൗഡർ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുകയായിരിക്കണേ. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുത്തപ്പോൾ പാൽ അടിയിൽ പിടിക്കുമോ എന്നുള്ളൊരു ഇത് കാരണം ഞാൻ പാൻ മാറ്റിയിട്ട് ഞാൻ ക്യാരറ്റ് ഉണ്ടാക്കിയ പാനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് സെറ്റായിട്ട് വരാൻ ഒരു 3 to 4 മിനിറ്റ്സ് ഒക്കെ മതി. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് ഒക്കെ മതി കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് കുക്കായിട്ട് നമുക്ക് വേണ്ട ഒരു ടെക്സ്ചറിലേക്ക് വരാനായിട്ട്. അപ്പോൾ അത്രയും നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അടി പിടിച്ചില്ലെങ്കിലും ഇങ്ങനെ ലംസായിട്ട് കട്ടയായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിരി നമ്മുടെ ടൈഗറിൻ്റെ പിസ്റ്റാച്ചോ മിക്സർ ഇട്ട് കൊടുത്തു. അതാണ് ആ ഗ്രീൻ കളർ വന്നത്. അത് നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാനതങ്ങനെ ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ മിക്സർ ഉണ്ടല്ലോ, അതൊരു പാനിലേക്കോ സെർവിങ് ഡിഷിലേക്കോ നമ്മൾ ഏത് ഇതിലാണോ സെറ്റാവാൻ വെക്കുന്നത് അതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടിയിൽ ഒരു ഫസ്റ്റ് ലെയർ എന്നുള്ള ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ്, നമ്മൾ ചൂടോടുകൂടി ചെയ്താലും കുഴപ്പമില്ല. എൻ്റെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് പരത്തി ഒരേ ലെവലാക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡ് മിക്സ്ചർ കുറച്ചൊന്ന് ആ ഒരു ചൂട് കുറേ തണുക്കാൻ നിൽക്കരുത്, കുറച്ചൊരു ചൂട് മാറിയിട്ട് അല്ലെങ്കിൽ ചൂടോട് കൂടിയായാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെക്സ്റ്റ് ലെയർ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ കസ്റ്റാർഡ് മിക്സ്ചർ ഇങ്ങനെ തന്നെ നമുക്ക് തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ആയാലും ഇങ്ങനെ കഴിക്കാനും നമ്മുടെ കസ്റ്റാർഡ് പോലെ തന്നെ കഴിക്കാനായിട്ട് പിസ്താഷ്യോ ഫ്ലേവർ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നട്ട്സ് ഞാനൊന്ന് ക്രഷ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ജസ്റ്റ് ഓപ്ഷണലാണ്, ഇത് കാണാനൊരു ഭംഗിക്കും പിന്നെ ഇടയ്ക്കിട്ടൊരു നട്ട്സ് കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഒരു മണിക്കൂറോളെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. നമുക്ക് കുറച്ച് നേരം കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നേരം കൂടുതലായിട്ടും വെക്കും. അപ്പോൾ നമുക്ക് നല്ല കട്ടയായിട്ട്, ഞാനിപ്പോൾ ഒരു 1 അവറോളം വെച്ചിട്ടില്ല, അതിൽ കുറച്ച് നേരം വെച്ചുള്ളൂ. ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ എന്താ കട്ട് ചെയ്യുക, അങ്ങനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇടുക, നമ്മൾ അങ്ങോട്ട് കഴിക്കുക. സോ യമ്മിയാണ്. ക്യാരറ്റൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്, കസ്റ്റാർഡ് പൗഡർ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വായിലിട്ടാൽ അങ്ങോട്ട് അലിഞ്ഞലിഞ്ഞു പോകുന്ന ഒരു സ്വീറ്റാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.